ദിസ് ഈസ് ടു ഫേസ് ദ റിയൽ എക്സാം. അതിലേക്ക് നയിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ചൂണ്ടുപലകളാണ്, മൈൽ സ്റ്റോൺസ് ആണ്. ഓരോ എക്സാം ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. മുന്നോട്ട് പോകാനുള്ള അതിനകത്ത് ചിലപ്പം വീഴ്ചകൾ വരാം, പക്ഷെ വീണ്ടെടുക്കാവുന്നതേ എല്ലാം ഉള്ളൂ. ശരിക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും അവനവനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസമാണ് ഇവിടെ അവർ പുലർത്തേണ്ടതും നിലനിർത്തേണ്ടതും. അതായത് നോക്കണം, ഡീവിയേഷൻ, അതുപോലെ നമ്മുടെ ഫോക്കസ് വിട്ടുപോകുന്നത് എവിടെയാണ് എന്ന് പരിശോധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡിലായിക്കോട്ടെ, നന്നായിട്ട് സമർത്ഥരായ കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഉദ്ദേശമാണ് ഈ എൻട്രൻസ് എക്സാമിന്റെ പരമോന്നതമായ ലക്ഷ്യം. ആ സാമർത്ഥ്യത്തിലേക്ക് നീ തിരഞ്ഞെടുക്കപ്പെടുവാൻ നീ ഒരുങ്ങുകയാണ്. വെറുതെ ഇങ്ങനെ വന്ന് വലിഞ്ഞു കയറുകയല്ല, നീ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിന് വേണ്ടി ബ്രില്യൻ്റ് നിങ്ങൾക്കായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ നീറ്റിനേക്കാൾ സമർത്ഥമായ രീതിയിൽ പാകപ്പെടുത്താൻ, രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുകയാണ്. ഹായ് ഓൾ, ബ്രില്യൻ്റ്ലി ബ്രീത്ത് ആൻഡ് ബിലീവ് മറ്റൊരു എപ്പിസോഡിലേക്ക് ഡോക്ടർ ഐസക് തോമസിനൊപ്പം ഞാൻ ശിവനും. സാർ, ബ്രില്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5-6 മാസത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയറിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പലപ്പോഴും ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ എക്സാം എഴുതുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ്, ചിലർ വളരെ സീരിയസ് ആയിട്ട് നോക്കുന്നു, ചിലർ വളരെ ടെൻഷനായിട്ട് നോക്കുന്നു, ചിലർ വളരെ ലേസി ആയിട്ട് ഡെസ്കിലൊക്കെ കമന്നൊക്കെ കിടന്ന് എഴുതുന്നു, ചിലർ വളരെ ഉദാസീനമായിട്ടൊക്കെ ഇരിക്കുന്നു, എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട പോലെയൊക്കെ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എല്ലാവരുടെയും കഴിവുകളൊക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്, പഠിച്ചിരിക്കുന്നതും ഏതാണ്ട് ഒരേ ക്ലാസ് ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുമോ, എത്രത്തോളം ഏകാഗ്രതയോടുകൂടി ഒരു പരീക്ഷ എഴുതേണ്ടതിൻ്റെ ആവശ്യം നീറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ആ ഓർമ്മയൊക്കെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ടും ഏറ്റവും നന്നായിട്ടൊരു എക്സാം എഴുതാൻ വേണ്ട ഒരു ഏകാഗ്രത, ഒരു എക്സാം എഴുതാൻ വേണ്ടി ആ ഏകാഗ്രത എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, എന്താണ് അതിൻ്റെ പ്രാധാന്യം? ശിവ സാറേ, വളരെ വളരെ പ്രസക്തമായ ഒരു കൺസേൺ ആണ് ഈ ചോദിച്ച കാര്യം. അതായത് ഇപ്പോൾ ക്രിസ്മസ് ഹോളിഡേയ്സിൽ എല്ലാവരും പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് ഒരു മികച്ച മോഡൽ എക്സാം ആണ്. തീർച്ചയായും ബ്രില്യന്റിന്റെ ഏറ്റവും സക്സസ് സ്റ്റോറിയിൽ ഒരു എക്സാം സീരീസ് തന്നെ വരാൻ പോവാ. അപ്പൊ പരീക്ഷയ്ക്ക് എക്സാം എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മൾ ഈ എഴുതാൻ പോകുന്ന എക്സാം മുതൽ ഇനി അങ്ങ് വരുന്ന സീരീസ് ഓഫ് മോഡൽ എക്സാം, മോക്ക് എക്സാമിലൂടെ ഒരു മുന്നേറ്റമാണ് ശരിക്കും വേണ്ടത്. പക്ഷെ പരീക്ഷ, സാർ പറഞ്ഞ പോലെ എക്സാം ഹോളിൽ നാം പുലർത്തേണ്ട ഒരു മാനസിക അവസ്ഥ, ആ ഒരു മൈൻഡ് സെറ്റോടെ ആയിരിക്കും ഇവർ വരിക. ആ മൈൻഡ് സെറ്റ് ഒരുപക്ഷെ ഹോളിൽ കയറുമ്പോൾ മുതൽ ആ എക്സാം ക്വസ്റ്റ്യൻ അത് കാണുമ്പോൾ, അതിനോട് അപ്രോച്ച് ചെയ്യുമ്പം അടുത്തിരിക്കുന്നവർ മൊത്തത്തിൽ ടോട്ടലി ഇവരൊരു എടുക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ആ അപ്രോച്ച് ഒരു വിജയിയുടെ മനോഭാവമായിരിക്കണം. വിജയിക്കാൻ വേണ്ടി പരാജയം ഏതൊരു വിജയുടെ മുമ്പിൽ ഒരു ചലഞ്ചാണല്ലോ. പരാജയപ്പെട്ടോട്ടെ, ക്വസ്റ്റ്യൻ എന്തുമായിക്കോട്ടെ, പക്ഷെ അതിനോടുള്ള സമീപനത്തിൽ നമ്മൾ കാട്ടേണ്ടത് അവിടെയാണ് സാറ് പറഞ്ഞ ബോഡി ലാംഗ്വേജ്. അതായത് ബോഡി ലാംഗ്വേജ് ഒരു വിജയുടെ മനോഭാവമായിരിക്കണം. ആത്മവിശ്വാസം തുളുമ്പുന്ന രീതിയിൽ പരീക്ഷാ ഹോളിൽ ഉടനീളം നിങ്ങളുടെ ആത്മവിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പയർ ചെയ്ത ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ ആരും വരാൻ ഒരു ചാൻസും ഇല്ല. 100% സാർ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു പഠിച്ച് അത്രയും എഫോർട്ടെല്ലാം എടുത്ത് ഈ 3 സബ്ജക്ട്സിനെയും ഒരുപക്ഷെ സിങ്ക്രണൈസ് ചെയ്ത് പഠിച്ചിട്ടൊക്കെ വന്നതായിരിക്കാം. പക്ഷേ ഹോളിൽ വന്നപ്പോഴത്തേക്ക് ഏതൊരു കുട്ടിയുടെ ഒരു രീതി കാണുമ്പോഴോ, അല്ലെങ്കിൽ പഠിച്ചോ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഇവരെ പുറകോട്ട് ചിന്തിപ്പിക്കുകയോ ആ എനർജി അപ്പം തന്നെ ചോർന്നു പോകുന്ന പോലെയാണ്. അങ്ങനെ അതിൻ്റെ ചോർന്നതിൻ്റെ, അല്ലെങ്കിൽ തോറ്റു പോകുന്നതിൻ്റെ, വിട്ടുകൊടുക്കുന്നതിൻ്റെ ഒക്കെ പ്രതിഫലനങ്ങളാണ് ഈ പറയുന്ന ബോഡി ലാംഗ്വേജ്. വളരെ ഷാബി ലുക്ക് ആൻഡ് വളരെ എനർജി ലൂസാക്കി ഇങ്ങനെ മേശയിലേക്ക് ഇങ്ങനെ ഇതാക്കുന്നത്, തലയ്ക്ക് കൈ കൊടുക്കുന്നത്, ഷിറ്റ് എന്നുള്ള ഫീലിങ്ങിൽ എല്ലാം പോയല്ലോ എന്നൊക്കെ തോന്നൽ വരുന്നത്. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ട്രയൽസ് ആണ്. ദിസ് ഈസ് ടു ഫേസ് ദ റിയൽ എക്സാം. അതിലേക്ക് നയിക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ചൂണ്ടുപലകളാണ്, മൈൽ സ്റ്റോൺസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ എക്സാം ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. മുന്നോട്ട് പോകാനുള്ള അതിനകത്ത് ചിലപ്പം വീഴ്ചകൾ വരാം, പക്ഷെ വീണ്ടെടുക്കാവുന്നതേ എല്ലാം ഉള്ളൂ. ആത്മവിശ്വാസം തുളുമ്പുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസിന് കിട്ടിയ ആ ഒരു ചാൻസ് പരമാവധി ബെസ്റ്റാക്കാൻ നോക്കുക. അത് എന്തുമാവട്ടെ,
പക്ഷെ ഇങ്ങനെ അത് കാരണം നമ്മൾ ഈ എക്സാം കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ നല്ല രീതിയിലായിട്ട് കറക്ഷൻസ് ഇവാലുവേഷൻസ് ഒക്കെ നടത്തി സ്കിപ്പിങ്ങും അതുപോലെ തന്നെ ഇവർക്കുണ്ടായ നെഗറ്റീവ്സും ഒക്കെ അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് അടുത്ത എക്സാം പിടിക്കാം. തെറ്റിപ്പോയത് പഠിച്ചാൽ തന്നെ ഒരു എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട്. നമ്മുടെ പല ടോപ്പേഴ്സും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ സീരീസ് ഓഫ് മോഡൽ എക്സാമില് തെറ്റിപ്പോയ കാര്യങ്ങൾ മാത്രം ഞാൻ എഴുതി വെച്ചു. ഏറ്റവും ലാസ്റ്റ് ഡേയ്സിൽ ഞാൻ അതാണ് പ്രാക്ടീസ് ചെയ്തത്. എനിക്ക് കിട്ടിയത് ഓൾ ഇന്ത്യ 100-നകത്ത് കേരള സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയത്. അപ്പം അതാണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ ബ്രില്യന്റിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും പിള്ളേരെ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ സാറേ പറയാറുള്ളത്, മക്കളെ നിങ്ങൾ ആ എക്സാം കഴിഞ്ഞ എക്സാം ഹോളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ആ അനുഭവം പോലും അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പുലർത്തിയ ഒരു രീതി ശരിക്കും അനലൈസ് ചെയ്യാൻ അന്നത്തെ ദിവസം കഴിയണം. എന്നിട്ട് ഒരു അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് എന്താ മിസ്റ്റേക്ക് പറ്റിയത്, അതോടൊപ്പം ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതിൻ്റെ റൈറ്റ് ആൻസറിനെ കണ്ടുപിടിച്ചിട്ട് ഒരു നല്ല റെസൊല്യൂഷൻ എടുക്കണം. റെസൊല്യൂഷൻ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള ആ ഒരു ഉത്സാഹനിർഭരമായ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് മുൻപോട്ടുള്ള പഠനശീല. ഓരോ എക്സാം 1 by 1 അവർക്ക് മുന്നേറാൻ പറ്റും. പക്ഷെ അവനോട് തന്നെ പറയണം, അല്ലെ? 1000 പ്രാവശ്യം പറയണം. ആത്മവിശ്വാസം അവര് ശരിക്കും എന്തെല്ലാം ഉണ്ടെങ്കിലും അവനവനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസമാണ് ഇവിടെ അവര് പുലർത്തേണ്ടതും നിലനിർത്തേണ്ടതും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഈ അവധിക്കാലത്ത് വീട്ടിൽ വന്ന് മക്കൾ പോകുമ്പോൾ മക്കളെ സാരമില്ലെന്ന് പറയുന്ന അച്ഛനും അമ്മയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ നിന്നെക്കൊണ്ട് പറ്റുന്ന മോനെ ചെയ്തോളൂ, ബാക്കി ഞങ്ങൾ കൂടെയുണ്ട്. ഇത് തന്നെയാണ് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, പരിഭ്രമിക്കാതെ പരീക്ഷയെ ഒന്ന് നേരിടാനുള്ള തൻ്റെ ഇടവും ചങ്കൂറ്റവും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു എക്സാം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അതിനു മുമ്പും മുന്നോടിയായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ എക്സാമുകളും നിങ്ങളെ ആ വിജയത്തിലേക്ക് നയിക്കാനുള്ള ചൂണ്ടുപലകളാണെന്നുള്ള ഓർമ്മ മാത്രം മതി. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ സാർ, ഈ ഏതാണ്ട് ഒരു 25,000 മുകളിൽ ചോദ്യങ്ങളിലൂടെ അതുപോലെ 150 പല ടെസ്റ്റുകളിലൂടെ ഒക്കെ നമ്മൾ പല രീതിയിലുള്ള പരീക്ഷകൾ ഇട്ട് തന്നെയാണ് നമ്മൾ വേണ്ട പ്രാക്ടീസ് കൊടുക്കുന്നത്. അവിടെയൊക്കെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഇത്ര പ്രായമാകുമ്പോൾ അറിയാം അങ്ങനെയൊന്നും ഒരാളിനും സംഭവിക്കുന്നില്ല എന്ന്. ഡെയിലി പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ, അന്നന്ന് തന്നെ ഒന്ന് ഓർത്തെടുക്കാൻ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഡെയിലി ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് എന്തായി? അതെ തീർച്ചയായിട്ടും ഡെയിലി ചെയ്യേണ്ട മെമ്മറൈസിങ് അല്ലെങ്കിൽ റീകോളിംഗ് സ്കില്ല് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിലെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. റീകോൾ ആൻഡ് റിസൈറ്റ്, അത് പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് ക്ഷമയില്ല, പെട്ടെന്ന് ഇന്നത്തെ കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ കോവിഡിന് ശേഷം ആഫ്റ്റർ കോവിഡിന് ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡുമായിട്ട് തിരിയുവാണല്ലോ. അപ്പോൾ AC-യിൽ വരുന്ന കുട്ടികൾ, ആഫ്റ്റർ കോവിഡ് കാല കുട്ടികൾ ഒരുപക്ഷെ ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തോ ഷോർട്സ് ഒക്കെ കണ്ടോ ഒക്കെ ആണോന്നറിയില്ല, പെട്ടെന്ന് ആ സ്പാൻ അങ്ങ് കുറഞ്ഞു പോവുക. ഈ അറ്റൻഷൻ്റെ സ്പാൻ കുറഞ്ഞു പോകുന്നു. ഒരു ലോങ് ടൈം ഇരുന്ന് ഒരു കാര്യം ചിന്തിക്കാനോ പഠിച്ചു അപ്പം തന്നെ എക്സാം ഇടുവാണെങ്കിൽ കിട്ടി, അല്പോട് കഴിഞ്ഞാൽ തകതി പോകുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, റിവിഷൻ വേണം, റിസൈറ്റ് വേണം. കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മിനിമം 10 മിനിറ്റെങ്കിലും ഓരോ കുട്ടിയും താൻ അന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങളെ ഒന്ന് റീകോൾ ചെയ്യണം. എക്സാം ഹോളിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മാത്രം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ മാത്രമല്ല റീകോൾ ചെയ്യേണ്ടത്. ആ സമയം റീകോളിങ് കൃത്യമായിട്ട് വരാത്തതിൻ്റെ കാര്യം എവരിഡേ റീകോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എവരിഡേ റീകോൾ ചെയ്ത് പോകണം. അപ്പോൾ റീകോൾ ചെയ്യുന്നത് എവിടെ എന്ന് പറയാം, ഈ കിടന്നുറങ്ങുന്നത് തൊട്ട് മാത്രമല്ല, ഈ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരുപക്ഷെ നമുക്കൊന്ന് കണ്ണടച്ച് ഇത്രയും സമയം ഞാൻ പഠിച്ചത് എന്താണ് എന്നത് ഒന്ന് ഉറപ്പിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം നമുക്കറിയാം. അത് അവരത് എക്സാമിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അതെനിക്ക് വളരെ എഫക്റ്റീവാന്ന് തോന്നുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു നെഗറ്റീവിലോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ഇരുന്ന് കൂടുതൽ ഡ്യൂറേഷനും പോകുന്നതിനൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടും ഏറ്റവും നല്ലത് അതാണ്. ഇടയ്ക്ക് പഠിക്കുന്നതിന് ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഇത്രയുള്ളത് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ എഫക്റ്റീവാന്ന് എനിക്ക് കേട്ടിട്ട് തോന്നുന്നു. അതായത് ഒന്ന് കണ്ണടച്ച് മറ്റ് ചിന്തകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ എന്താണ് വാട്ട് ഐ ഹാവ് ബീൻ ലേണിംഗ്,
വാട്ട് ഐ ഹാവ് ബീൻ ഫോക്കസിങ്. അതായത് നോക്കണം, ഡീവിയേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് വിട്ടു പോകുന്നത് എവിടെയാണ് എന്ന് പരിശോധിച്ച് വേണം മുമ്പോട്ട് പോകാൻ. പലപ്പോഴും ഈ ഫോക്കസ് വിട്ടു പോകുന്നത് ഡീവിയേഷനാണ്. ഏറ്റവും പഠിക്കുന്നവരുടെ ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. അപ്പോൾ അതുകൊണ്ട് റീകോൾ ചെയ്യണം. നമ്മളത് മെമ്മറിയിൽ നിന്ന് തന്നെ പറയുന്നതിൻ്റെ അർത്ഥമില്ല. ഈ ഓർത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥം അത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. പ്രാക്ടീസ് മേക്ക് യു പെർഫെക്റ്റ്. ഡെയിലി പ്രാക്ടീസ്. യെസ്, ഡെയിലി പ്രാക്ടീസ് ഓഫ് റീകോളിങ്. അല്ലാതെ എക്സാം ഹോളിൽ പരീക്ഷ ഇത് കിട്ടുമ്പോൾ മാത്രമല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും കുട്ടികൾ, ഇനിയിപ്പോൾ നമുക്ക് കാര്യമായ ക്ലാസ്സുകളല്ല, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും ഒക്കെ ഈ ഞാൻ ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് കേട്ട കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഒരു കൊളാബ് ചെയ്ത് പോകണം. ഇപ്പോൾ കൊളാബ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബിലെ വീഡിയോയിലൊക്കെ നമ്മൾ പഠനത്തിൽ നിങ്ങളുടെ പഠിച്ച കാര്യങ്ങളെ കൊളാബ് ചെയ്ത് പോകുന്ന ഒരു രീതി ഉണ്ട് എങ്കിൽ അതെല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും. നമ്മൾ കേട്ടില്ലേ, മെമ്മറി ചെയ്യാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വിബ്ജിയോർ എന്നുള്ള ടെക്നിക്ക്, പല ടെക്നിക്ക്, ലോക്കി മെത്തേഡ്, അസോസിയേഷൻ, അങ്ങനെ ലോട്ട് ഓഫ് ടെക്നിക്സ് ആർ അവൈലബിൾ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്സുകളും ഇവർക്ക് വേണേൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോരുത്തരും ഈച്ച് വൺ യൂണീക്കാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ പാറ്റേൺ കോമൺ ആയിട്ട് പറയുമ്പം ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അത് അവനവൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്പൊ സാറ് സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് അവർ ഉൾക്കൊള്ളുന്നത് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല നെഗറ്റീവ്സും ആയിരിക്കും അവർ കൂടുതൽ കേൾക്കുന്നതും. സമൂഹത്തിൽ നിന്നുള്ള ഇപ്പൊ കോഴ്സുകളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പലരും ഇപ്പൊ പറയും MBBSനെ കുറിച്ചുള്ള മെഡിക്കൽ പ്രൊഫഷനെ കുറിച്ചൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ പല കമന്റ്സുകൾ കാണും. പക്ഷെ എത്രത്തോളം ഇഷ്ടപ്പെട്ടാണ് ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ആ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുമ്പം നമുക്ക് അതിൻ്റെ വീണ്ടും വിചാരം ഇനി അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മാക്സിമം സമർപ്പണം ചെയ്ത് മാക്സിമം എഫക്റ്റീവ് ചെയ്ത് റിസൾട്ട് എടുക്കുക. റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരിച്ചു പറയുകയും ചെയ്യും. അപ്പം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ യുവതലമുറ ഈ വെളിയിൽ നിന്നുള്ള ഇത്രയുമുള്ളൊരു ഫീഡ്ബാക്കുകളെ കളക്ട് ചെയ്ത് വീണ്ടും നെഗറ്റീവിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല ശിവസാറെ. അതായത് ശിവസാറെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു 8 Ds കുറിച്ച് പറയായിരുന്നു. ആ Ds ഡിസയർ ടു ഡ്രീം വരെ നീണ്ടു നിൽക്കുന്നത് ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ഡിലിജൻസ്, ഡിസിപ്ലിൻ എന്നൊക്കെ അന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റീകോൾ ചെയ്ത് പറയുവാണ്. മറ്റൊന്നുമല്ല, സത്യത്തിൽ ഒരു ഡിറ്റർമിനേഷനോടുകൂടി താൻ ഏറ്റെടുത്ത തൻ്റെ അംബീഷനെ പിൻചൊല്ലാൻ, പെർസ്യൂ ചെയ്യാൻ ഒരു കുട്ടിക്ക് ദൃഢനിശ്ചയമുണ്ട് എങ്കിൽ മറ്റുള്ളവർ അതും ഇതുമെല്ലാം പറയും. തീർച്ചയായും അത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. ലോകത്തിൻ്റെ ഒരു ക്രമമെന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ ചഞ്ചലപ്പെടുത്തുന്ന, നമ്മളെ എല്ലാം ട്വിസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ്. ആത്മവിശ്വാസം നിറയ്ക്കുന്ന തരത്തിലുള്ള ഓരോ ചിന്തകൾ തരുന്ന വീഡിയോസ് മാത്രമേ കാണുള്ളൂ. നെഗറ്റീവായിട്ടുള്ള സാധനത്തിൽ കുടുങ്ങിക്കിടക്കരുത്. അത്തരമുള്ള ഈവൻ തംബ്നെയിൽസൊക്കെ കാണുമ്പോൾ അറിയാതെ നമുക്ക് അങ്ങോട്ട് അതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇതിന് ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഇത് വരും. പക്ഷെ ഓർത്തോണം, മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡിലായിക്കോട്ടെ, നന്നായിട്ട് സമർത്ഥരായ കുട്ടികളെ വാർത്തെടുക്കാനുള്ള ഉദ്ദേശമാണ് ഈ എൻട്രൻസ് എക്സാമിന്റെ പരമോന്നതമായ ലക്ഷ്യം. സമർത്ഥരായ ആളുകൾ വേണം. ആ സാമർത്ഥ്യത്തിലേക്ക് നീ തിരഞ്ഞെടുക്കപ്പെടുവാൻ നീ ഒരുങ്ങുകയാണ്. വെറുതെ ഇങ്ങനെ വന്ന് വലിഞ്ഞു കയറുകയല്ല, നീ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിന് വേണ്ടി ബ്രില്യൻ്റ് നിങ്ങൾക്കായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ നീറ്റിനേക്കാൾ സമർത്ഥമായ രീതിയിൽ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ഈസിലി ഇന്ന് ട്രസ്റ്റുകൾ ബ്രേക്ക് ചെയ്യാണ്. അവിടെ കണ്ട വീഡിയോ, ഇവിടെ കണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അണ്ടർ എസ്റ്റിമേറ്റ് ഓവർ എസ്റ്റിമേഷനും ഓവർ തിങ്കിങ്ങും ഒക്കെ ആണ് പിള്ളേർ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഉലയ്ക്കും. നേടിയവരാരും അതിനെക്കുറിച്ചൊന്നും നെഗറ്റീവ് പറയുന്നവരും വെളിയിൽ നിൽക്കുന്നവരായിരിക്കും എപ്പോഴും പലതരത്തിലുള്ള കമന്റുകൾ പറയുന്നത്. പക്ഷെ നമ്മൾ നേടാൻ വേണ്ടി വന്നവരാണ്, അത് ആഗ്രഹിച്ച് വന്നവരാണ്. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. കാരണം ഇപ്പൊ ജൂൺ മുതലാണെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നത് നമ്മൾ കണ്ടതുമാണ്. അപ്പൊ അതിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇനിയും അതിനേക്കാളേറെ നമുക്ക് സഞ്ചരിക്കുവാനുമായിട്ടുണ്ട്. ഏതാണ്ട് 25,000-അപ്പുറത്ത് പരീക്ഷകളാണ്. ഒരു ചാപ്റ്റർ തന്നെ പല ആവർത്തി നിങ്ങളിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ എവിടെയെങ്കിലും അല്പമൊക്കെ നമുക്കൊരു പാഠഭാഗങ്ങളിൽ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്പം തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇനിയും 1000 അവസരങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പം ഏറ്റവും ദൃഢനിശ്ചയത്തോടുകൂടി മുമ്പോട്ട് പോവുക. ഞങ്ങൾ ഒരു ടീം തന്നെ
സാറിൻ്റെ കീഴിൽ ഇവിടെ പ്രവർത്തനമുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നീറ്റ് അത് മെയ് 3-ാം തീയതി നമുക്കുള്ളതാണ്. നമുക്ക് ഒരുമിച്ചത് നേടിയെടുക്കുകയും ചെയ്യാം. ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.